പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പറയുന്നൊരു കാര്യം വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകും എന്ന് എനിക്കറിയാം. എങ്കിലും ഈ കാര്യം 100% നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ദിവസങ്ങൾക്കുള്ളിൽ പുതിയ മാറ്റങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരു നക്ഷത്ര ജാതകരുണ്ട്. അത് മറ്റാരുമല്ല, മകീരം നക്ഷത്ര ജാതകരാണ്. വ്യാഴൻ ലഗ്നത്തിൽ ഉദിച്ചു നിൽക്കുന്ന കാലമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. ശാരീരികവും മാനസികവുമായും അതുപോലെ തന്നെ ശത്രുപരമായും അനുഭവിച്ചു വന്നിരുന്ന ദോഷങ്ങൾക്ക് ശമനം ഉണ്ടാകും. വ്യാഴോദയം മുഖശോഭ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ സാമാന്യ പുരോഗതി ഉണ്ടാകും. തൽക്കാലം തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നത് അനുകൂല സമയമല്ല. വിദ്യാർത്ഥികൾക്കും വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. കച്ചവടം, കയറ്റിറക്ക്, വ്യാപാരം എന്നിവയിൽ നിന്നെല്ലാം ധനം പ്രതീക്ഷിക്കാം. കർഷകർക്ക് ആദായം ലഭിക്കുകയും ചെയ്യും. കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ, ചെറുകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവ നടത്തുന്നവർക്കും അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. ഈ നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് രക്തപുഷ്പാഞ്ജലി, ശിവന് ജലധാര, ഗണപതിക്ക് അപ്പം, വഴിപാട്, കറുകസമർപ്പണം എന്നിവ ചെയ്യുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികമായി പുതിയ ചിലവുകൾ വന്നു കൂടുമെങ്കിലും അത് നിയന്ത്രിക്കാനായിട്ട് സാമ്പത്തിക പുരോഗതിയും ഒപ്പം വരും. ബിസിനസ്സിനെ സംബന്ധിച്ചോ ഗൃഹനിർമ്മാണം മൂലമോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയോ ബാധ്യതകൾ വരുമെങ്കിലും ഇവരുടെ സ്ഥിര ഉത്സാഹത്താൽ എല്ലാം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കഫരോഗങ്ങളോ ഞരമ്പ് രോഗങ്ങളോ താൽക്കാലികമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കും. എൻജിനീയറിംഗ്, മെഡിക്കൽ, കമ്പ്യൂട്ടർ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പരീക്ഷാ വിജയങ്ങളും പുതിയതായി പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന കോഴ്സുകൾ ചേരുന്നതിന് അവസരവും ഉണ്ടാകും. നേതൃസ്ഥാനത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. രോഗികൾക്ക് ആശ്വാസവും ലഭിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ജലധാര, ചോറ്റാനിക്കര ദർശനം, വിഷ്ണുവിന് പാൽപായസം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. വ്യാഴൻ്റെയും സൂര്യൻ്റെയും ഇഷ്ടസ്ഥിതി ഇവർക്ക് ഭൂമി സംബന്ധമായ ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഭാഗ്യ അനുഭവങ്ങളും സമ്മാനിക്കുന്ന ദിവസങ്ങളാണ്. സഹോദരങ്ങളെ കൊണ്ട് ചില നേട്ടങ്ങൾ, ജോലി സംബന്ധിച്ചുള്ള അഭിവൃദ്ധി, വിരോധിച്ചിരുന്നവരുമായി സന്ധികളിൽ ഏർപ്പെട്ട് ഒരുമിക്കുകയും ലഭിക്കേണ്ടിയിരുന്ന ആഭരണങ്ങൾ, പണം എന്നിവ ലഭിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കൈവരുകയും ചെയ്യും. ഗൃഹം നന്നാക്കുന്നതിനോ പുതിയ ഗൃഹം പണിയുന്നതിനോ ഉള്ള അവസരം ഉണ്ടാകും. സന്താനങ്ങൾക്ക് വിവാഹാദി മംഗളകാര്യങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള പൂർണ്ണ ദൈവാധീനവും ഈ സമയത്ത് ലഭിക്കും. സന്താനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് സൽസന്താനത്തിന് അവസരവും ഉണ്ടാകും. മുൻ ബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകും. കുടുംബദേവതാ പ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. ബിസിനസ്സുകാർക്ക് നേട്ടവും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയവും ആകുന്നു. കുടുംബത്തിൽ വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അവസരം ഉണ്ടാകും. കാൽമുട്ട് വേദന അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരു മോചനവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് നാഗരാജാവിന് 100 പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാഗക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുക.
ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും വിജയം ഉണ്ടാകും. കുടുംബസൗഖ്യം, ബന്ധുജന ആനുകൂല്യം, ഭൂമിയോഗം, വാഹനയോഗം, തൊഴിലിൽ പ്രമോഷൻ എന്നിവ അനുകൂല അവസ്ഥയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നു ചേരും. ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട് സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് അടുത്തു വരാൻ സാധ്യതകൾ കൂടുതലായതുകൊണ്ട് ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ പുരോഗതി, ഒപ്പം അംഗീകാരങ്ങളും ലഭിക്കും. വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽപരമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. ബിസിനസ്സുകാർക്ക് നേട്ടങ്ങളും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അനുകൂല സമയവും വരുന്നുണ്ട്. കുടുംബത്തിൽ വിവാഹാദി മംഗള കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള അവസരം ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും ഉറക്കം, മാനസിക സന്തോഷം, കുടുംബസുഖം, രോഗശാന്തി എന്നിവ അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്കും മധ്യവയസ്കർക്കും കാലം അനുകൂലമാകും. ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസം, നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഉപരിപഠനത്തിനും വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും അവസരമുണ്ട്. പ്രതികൂല മനോഭാവം സൂക്ഷിക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനും സാധിക്കും. ക്ഷേത്രങ്ങളും ഭാരവാഹിത്വം വഹിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവപ്രീതി, വിഷ്ണുപ്രീതി എന്നിവ വരുത്തിക്കൊള്ളാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സാമ്പത്തികമായിട്ടുള്ള ചില പരിമിതികൾ അനുഭവപ്പെടുമെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും. മാറ്റിവെച്ചിരുന്ന യാത്രകൾ ഇനി നടത്താൻ നല്ല സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് ചില അവസരങ്ങൾ ഉണ്ടാകും. ഭൂമി സംബന്ധമായും ധനപരമായും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ചിലവുകൾ വരുമെങ്കിലും അതൊരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. സാമ്പത്തികമുള്ളവർ ഭൂമിക്ക് വേണ്ടി നിക്ഷേപം നടത്തുന്നത് പിൽക്കാലത്ത് നേട്ടമായി വരും. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ വിജയം കൈവരിക്കുന്ന ദിവസങ്ങളാണ്. പലവിധ തൊഴിലുകൾ ചെയ്യുന്നവർ കടം വാങ്ങി അവ വിപുലപ്പെടുത്തിയാൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. തൊഴിലാളികൾക്ക് താൽക്കാലികമായി തൊഴിൽ ഉണ്ടാകും. വിദേശവാസം ഉദ്ദേശിക്കുന്നവർ ധനപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. മക്കൾ കലാകായിക രംഗത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹം പറഞ്ഞാൽ പ്രോത്സാഹനം കൊടുക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. പ്രൊഫഷണൽ കോഴ്സുകൾ കുട്ടികളുടെ താൽപ്പര്യം അറിഞ്ഞുകൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുക. പ്രായമായവർക്ക് ചികിത്സ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരും. തങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസൃതമായി മാത്രം എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരത്തിന് ഗണപതി ഹോമവും നാളികേരം ഉടയ്ക്കലും വിഷ്ണുവിന് പാൽപായസ നിവേദ്യം നടത്തുന്നതും നല്ലതാണ്. ഇതര മതസ്ഥർ അനുസരിച്ച് പ്രവൃത്തികൾ നടത്തുന്നതും അവർക്കും ഗുണം ചെയ്യും. ഇനി അനിഴം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇന്നലെ വരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തികവും മാനസികവുമായ ക്ലേശങ്ങൾക്ക് ഓഗസ്റ്റ് മാസം 1 മുതൽ ഒരു പരിധിവരെ മാറ്റങ്ങൾ കൈവരുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നന്നാക്കുന്നതിനും അവസരം ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ പഠനത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പരീക്ഷാ വിജയങ്ങളും പുതിയതായി പ്രവേശിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന കോഴ്സുകൾ ചേരുന്നതിനും അവസരം ഉണ്ടാകും. ഇവർ ദോഷപരിഹാരത്തിന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന, പാൽപായസ നിവേദ്യം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞു തുടങ്ങി. ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളും അനുകൂല സമയമായിട്ട് ഇവർക്ക് ലഭിക്കും. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നടന്നു തുടങ്ങുമ്പോൾ ആത്മവിശ്വാസവും ധൈര്യവും കൈവരും. ഗൃഹം നന്നാക്കുന്നതിനും ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സാധിക്കും. വിദേശയാത്ര കാക്ഷിക്കുന്നവർക്ക് അവിടെ തക്കതായ ബന്ധുബലം ഉണ്ടെങ്കിൽ അവ വിജയകരമായിട്ട് പരിണമിക്കും. വിവാഹപ്രായം ആയവർക്ക് വിവാഹയോഗം, സാങ്കേതിക വിദ്യ പഠിച്ചവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും. ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ, പേര്, പ്രശസ്തി എന്നിവ കൈവരുകയും ചെയ്യും. അതുപോലെ തന്നെ അഭിനയം, നൃത്തം, രചന, ഗാനം എന്നീ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്.
അവർക്ക് അപ്രതീക്ഷിതമായി അംഗീകാരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കൈവരുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരമായിട്ട് ക്ഷേത്രത്തിൽ അർച്ചന, പാൽപായസ നിവേദ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം.